അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു മഹാനവറുകളെ കുറിച്ച് നമുക്ക് അല്പം പഠിക്കാം. ധീരനായിരുന്നു മഹാനവറുകൾ, പോരാളിയായിരുന്നു മഹാനവറുകൾ. സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച മഹാനായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ തൻ്റെ ജീവിതകാലത്ത് ദീനിന് വേണ്ടി പടപൊരുതി ശരീരം ദീനിന് വേണ്ടി അർപ്പിച്ച മഹാവ്യക്തിത്വം. 10 വർഷക്കാലം ഇസ്ലാമിക ലോകത്തെ ഭരിച്ച മഹാ നേതാവാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. വളരെ കുറഞ്ഞ കാലം ജീവിച്ച അദ്ദേഹം നമ്മൾ എന്തുകൊണ്ടും സ്മരിക്കേണ്ടതാണ്. അവരുടെ കുടുംബ പരമ്പരയെ സംബന്ധിച്ച് നമുക്ക് അല്പം പറയാം. ബാക്കി കാര്യങ്ങൾ ഓരോ അധ്യായങ്ങളിലായി നമുക്ക് പറഞ്ഞ് പഠിക്കാം. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു, മഹാനവരുടെ പേരെന്താണ്? ഉമർ എന്നതായിരുന്നു. അവരുടെ ഉപ്പയാരാണ്? ഖത്താബ്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഖത്താബാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ. ഉമ്മയാരാണ്? അതും നമ്മൾ മനസ്സിലാക്കണം. ഹന്തമ എന്നവരാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ പരമ്പര വന്നു ചേരുന്നുണ്ട് എന്നുള്ളതാണ്. ഉമ്മ മുഖേനയും എത്തുന്നുണ്ട്, ഉപ്പ മുഖേനയും എത്തുന്നുണ്ട്. ഉപ്പ ഖത്താബാണല്ലോ. അവരുടെ ഉപ്പ ആരാണ്? നുഫൈലാണ്. അവരുടെ ഉപ്പയ അബ്ദുൽ ഉസ്സ, റിയാൽ, അബ്ദുള്ള, ഖുർറത്ത്, റിസാഹ്, അദി, കഅബ്. ഈ കഅബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയും ഉമർ റളിയല്ലാഹു അൻഹു ഉപ്പയും തമ്മിൽ സംഗമിക്കുന്നു. ഇനി ഉമ്മയോ നമ്മൾ പറഞ്ഞു, ഹന്തമയാണ് ഉമ്മയുടെ പേര്. ആരുടെ മകളാണ് അവർ? ഹിഷാമിന്റെ മകളാണ്. ഹിഷാമിന്റെ ഉപ്പയാരാണ്? മുഗൈറ. അവിടെ ഉപ്പയാരാണ്? അബ്ദുള്ള. അവിടെ ഉപ്പയാരാണ്? ഉമർ. അവരുടെ ഉപ്പയാരാണ്? മഖ്സൂം. അവരുടെ ഉപ്പയാരാണ്? യഖ്ല. അവരുടെ ഉപ്പയാരാണ്? മുറത്ത്. ഈ മുറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉപ്പമാർ സംഗമിക്കുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ വഴിക്ക് ആണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വഴിക്കും മുറത്തിൽ എത്തിച്ചേരുന്നു. ഈ ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും മുറത്തിന്റെ ഉപ്പയാരാണ്? കഅബ് എന്നവരാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അദി ഉപ്പ വഴിക്കുള്ള വല്ലുപ്പയാണല്ലോ. അവരുടെ ഉപ്പയും ആരാണ്? കഅബ് എന്നവരാണ്. അപ്പോൾ ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിലേക്ക് ആര് എത്തിച്ചേരുന്നു? ഉമർ റളിയല്ലാഹു അൻഹു എത്തിച്ചേരുന്നു എന്നർത്ഥം. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല, ഖുറൈശിയാണവര്, പ്രശസ്തനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ ഉപ്പ വഴി വല്ലുപ്പമാരിലൂടെ എത്തിച്ചേരുന്നു എന്നർത്ഥം. മഹാനവരുടെ കുഞ്ഞത്ത പേരെന്തായിരുന്നു? അബൂ ഹഫ്സ് എന്നുള്ളതാണ്. അബൂ ഹഫ്സ് അതൊരു ഓമനപ്പേരായിരുന്നു എന്നർത്ഥം. അത് അക്കാലങ്ങളിൽ അറബികൾക്ക് എല്ലാവർക്കും ഓമനപ്പേരുണ്ടായിരുന്നുവല്ലോ. അന്നേരക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഓമനപ്പേര് അബൂ ഹഫ്സ് എന്നതാണ്. എന്നാൽ അവിടെ സ്ഥാനപ്പേരെന്താണ്? അത് ഫാറൂഖ് എന്നതാണ്. അഥവാ
വേർതിരിച്ചവർ എന്നർത്ഥത്തിൽ ഫാറൂഖ് എന്ന പേര് മഹാനവർക്ക് സ്ഥാനപ്പേരായി ലഭിച്ചു എന്നുള്ളതാണ്. അത് എന്താണ് ഈ ഫാറൂഖ് എന്ന പേര് ലഭിക്കാൻ കാരണം? അത് മറ്റൊന്നുമല്ല, ഉമർ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ അതുവരെ നബിയും സ്വഹാബത്തും ഒളിച്ചിരുന്ന് കൊണ്ടായിരുന്നു ദീനീ കാര്യങ്ങളെല്ലാം നടത്തിയിരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നതോടുകൂടി ഈ മറ പൊളിച്ചു. എന്നിട്ട് സത്യത്തെയും അസത്യത്തെയും തമ്മിൽ വേർതിരിച്ചു. സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചത് കൊണ്ട് തന്നെ മഹാനവറുകൾക്ക് ഫാറൂഖ് എന്ന സ്ഥാനപ്പേരും ലഭിച്ചു എന്നുള്ളതാണ്. ഈ ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴാണ് ജനനം? അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആനക്കലഹ സംഭവം വളരെ പ്രസിദ്ധമാണല്ലോ. അതിനുശേഷമാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം. ഈ ആനക്കലഹം കഴിഞ്ഞ് 13 വർഷത്തിന് ശേഷമാണ് ഉമർ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, 13 വർഷം കഴിഞ്ഞതിന് ശേഷം എന്നർത്ഥം. അങ്ങനെ മഹാനവറുകൾ എന്താണ്, നല്ല യുവാവായിരിക്കെ തന്നെ ധീരത കാണിച്ചു എന്നുള്ളതാണ്. സ്ഥൈര്യത്തോട് കൂടി പെരുമാറി എന്നുള്ളതാണ്. മാത്രവുമല്ല, നല്ലൊരു സാഹിത്യകാരനും കൂടിയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അതുമാത്രമല്ല, ഇതൊക്കെ ഖുറൈശികൾക്കിടയിൽ അറിയപ്പെട്ടതും കൂടിയായിരുന്നു. ഉമർ റളിയല്ലാഹു ധീരനാണ്, സാഹിത്യകാരനാണ്, പോരാളിയാണ് എന്നെല്ലാം അന്നത്തെ മക്കയിലെ ഖുറൈശികൾക്കിടയിൽ വളരെ പ്രസിദ്ധമായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, മഹാനവറുകൾ യാത്ര പോകുമായിരുന്നു എന്നുള്ളതാണ്. ഇങ്ങോട്ട് പല കച്ചവട ആവശ്യാർത്ഥം പോകുമായിരുന്നു. അതുമാത്രമല്ല, ഖുറൈശികൾക്കിടയിലെ ഒരു മധ്യവർത്തിയും കൂടിയായിരുന്നു എന്നുള്ളതാണ്. ഒരു അംബാസിഡർ ആയിരുന്നു എന്നർത്ഥം. അവർക്കിടയിൽ വല്ല പ്രയാസങ്ങളോ വല്ല പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ യുദ്ധങ്ങളോ മറ്റു വല്ലതുമൊക്കെ ഉണ്ടായാൽ ഒരു മധ്യവർത്തിയായി പോയിരുന്നത് ആരായിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അത് ഇസ്ലാമിന്റെ മുമ്പും അങ്ങനെയായിരുന്നു, ശേഷവും അങ്ങനെ തന്നെയാണ് എന്നർത്ഥം. മഹാനവറുകളുടെ ശരീരഘടന പറയുമ്പോൾ നല്ല തടിച്ച് നല്ല നീളമുള്ള ഒരു വ്യക്തിയായിരുന്നു. നമ്മൾ ഒറ്റ നാട്ടിൽ പറഞ്ഞ അജാലുബാഹു എന്ന് പറയുമല്ലോ, വേണമെങ്കിൽ അങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കാം. നല്ല നീളമുള്ള തടിയുള്ള ഒരാളായിരുന്നു. നല്ല വെളുത്ത, ഏകദേശം എങ്ങനെ ചുവപ്പ് കലർന്ന വെളുത്ത ആയിരുന്നു മഹാനവറുകളുടെ നിറം എന്നുള്ളതാണ്. കാരണം നല്ല സുന്ദരനായിരുന്നു എന്നർത്ഥം. മാത്രമല്ല, സത്യത്തിലും ദൃഢതയിലും അദ്ദേഹം പ്രസിദ്ധനായിരുന്നു. അസത്യത്തോട് ഒരു നിലക്കും സന്ധിയാകാത്ത മഹാനായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. കാരണം ഒരു നിലക്കും അസത്യത്തിനോട് കൂട്ടുനിൽക്കില്ല. സത്യം എവിടെയുണ്ടോ അവിടെ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടാവും. ഇനി അത് മാത്രമല്ല, അദ്ദേഹത്തോട് ഒരാൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അത് കൃത്യമായി അദ്ദേഹം അത് കേൾക്കും. ഇടയിൽ കയറി നിന്ന് പറയുകയോ അതിനെ ചെവികൊള്ളാതിരിക്കുന്ന ഈ ഒരു സ്വഭാവം ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇല്ല എന്നുള്ളതാണ്. ധീരനാണെങ്കിൽ പോലും ആര് എന്ത് പറഞ്ഞാലും മഹാനവറുകൾ കേൾക്കും എന്നർത്ഥം. അത് ചെറിയവനാകട്ടെ വലിയവനാകട്ടെ, ഭരണത്തിലിരിക്കുമ്പോഴാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ, അതായിരുന്നു മഹാനവറുകളുടെ സ്വഭാവം എന്നർത്ഥം. ചെറുപ്പത്തിൽ മഹാനവറുകൾ എന്തായിരുന്നു? ആടുകളൊക്കെ നോക്കാൻ പോകുമായിരുന്നു എന്നുള്ളതാണ്. അത് മുൻകാലത്ത് എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. തൻ്റെ ഉപ്പായുടെ കൂടെ, ഉപ്പാരാണ്? ഫാറൂഖ് എന്നവരുടെ കൂടെ ആടിനെ മേയ്ക്കാൻ പോകുമായിരുന്നു. അതേപോലെ തന്നെയാണ് കച്ചവടത്തിനും ഉപ്പായുടെ കൂടെയൊക്കെ പോകുമായിരുന്നു. എങ്ങോട്ട്? ഷാമിലേക്ക് ഒക്കെ അദ്ദേഹം ഉപ്പായുടെ കൂടെ കച്ചവട ആവശ്യാർത്ഥം മറ്റുമൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാം. എല്ലാവരും കേൾക്കുക,
ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.